കൊച്ചിയിൽ IPS-കാരൻ ചമഞ്ഞ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. BJP പ്രാദേശിക നേതാവിന്റെ സഹോദരൻ സുധീറാണ് അറസ്റ്റിലായത്. കേസിൽ 5-അംഗ സംഘത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം ഇന്നലെ അറസ്റ്റിലായ രണ്ടാം പ്രതി സായ് ശങ്കറിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് ഒരാൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നു. ചോറ്റാനിക്കര സ്വദേശി സുധീറാണ് അറസ്റ്റിലായത്. സുധീർ BJP പ്രാദേശിക നേതാവിന്റെ സഹോദരൻ കൂടിയാണ്. സുധീറിന് ഈ കേസുമായുള്ള ബന്ധം എങ്ങനെയെന്നത് ഇരകളെ കണ്ടെത്താൻ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഇരകളാക്കുന്നവരെ ആരെയെല്ലാമാണ് കബളിപ്പിക്കേണ്ടത്, അത്തരത്തിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ച് നൽകിയിരുന്നത് സുധീറാണ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് ചോദ്യം ചെയ്ത ശേഷം ഇയാളുടെ കുറ്റം ഉറപ്പായ ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ ഇനി കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും. അതേസമയം ഈ കേസിൽ ഇന്നലെ 5 പേർ അറസ്റ്റിലായിരുന്നു. ഇതിൽ രണ്ടാം പ്രതിയാണ് സായ് ശങ്കർ. ഈ സായ് ശങ്കറിന്റെ ഭാര്യ ജസ്മിയ ബീവിയാണ് ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സായ് ശങ്കർ തൃക്കാക്കരയായിരുന്നു താമസം. തൃക്കാക്കരയിലുള്ള ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ജസ്മിയ ബീവിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് പ്രാഥമിക ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. 5 പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കോടികളാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. IPS ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ച് ജാർഖണ്ഡ് സ്വദേശിയായ യുവതിയുടെ സഹായത്തോടെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഇവർ വ്യവസായികളിൽ നിന്നും പണം തട്ടിയിരുന്നത്. 5 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 6-ാമൻ കൂടിയാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഉമേഷ്, തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? ആ വിധത്തിൽ അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണോ ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്? തീർച്ചയായും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇപ്പോൾ നിലവിൽ തിരുവാങ്കുളം സ്വദേശിയുടെ പരാതിയിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 2 കോടി രൂപ തട്ടിയെടുക്കാനാണ് ഇവർ ശ്രമിച്ചിരുന്നത്. ഇതിൽ 5 ലക്ഷം രൂപ കൈമാറാം എന്ന് പറഞ്ഞ് പ്രതികളെ വിളിച്ചു വരുത്തി പോലീസ് കെണിയിൽപ്പെടുത്തിയാണ് ഇന്നലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തിരുവാങ്കുളം സ്വദേശിയെ കൂടാതെ മറ്റു പലരും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഇതിൽ 1-ാം പ്രതിയായ നാരായണദാസിന് കോടികൾ വിലമതിക്കുന്ന വീടാണ് തൃപ്പൂണിത്തുറ എരൂരിൽ ഉള്ളത്. അത്തരത്തിൽ വലിയ വ്യാപ്തിയുള്ള തട്ടിപ്പ് തന്നെയാണ് ഇയാൾ കേരളത്തിനകത്തും പുറത്തുമായി നടത്തിയിട്ടുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാവും. മാത്രമല്ല, ഇതിൽ മറ്റു പ്രതികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.